ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. 1ഉം 2ഉം 3ഉം ശരിയാണ്. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ. കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ. കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കെ. കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. ഐക്യകേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. 1ഉം 2ഉം 4ഉം ശരിയാണ്. 1947 തൃശൂരിൽ വെച്ച് കെ. കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യകേരള സമ്മേളനം നടന്നു. 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യകേരളത്തിന്റെ ആദ്യപടിയായിട്ട് കണക്കാക്കുന്നു. 1956 നവംബർ 1 ഐക്യകേരളം നിലവിൽ വന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1ഉം 3ഉം 4ഉം ശരിയാണ്. ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കന്റിലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തം ആയിരുന്നു. 1764 ബ്രിട്ടീഷ് പാർലമെന്റ് പഞ്ചസാര ആക്ട് പാസാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയിന്മേൽ ഒരു ചുങ്കം ചുമത്തി. ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺ ഷെൽസ് അമേരിക്കൻ ഇറക്കുമതി ചുങ്ക നിയമം പാസാക്കി. അഡോൾഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1, 2, 4 എന്നിവ ശരിയാണ്. ഹിറ്റ്ലർ രചിച്ച നാസിസത്തിന്റെ സുവിശേഷ ഗ്രന്ഥമാണ് മെയ്ൻ കാംഫ് അഥവാ എന്റെ മരം, എന്റെ സമരം. 1934 ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗ് അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും തന്നിൽ ഏകീകരിച്ച് മൂന്നാം ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിച്ചു. ഹിറ്റ്ലർ ചാരവൃത്തിക്ക് വേണ്ടി വിദഗ്ധ പരിശീലനം കൊടുത്തവരായിരുന്നു എലൈറ്റ് ഗാർഡ്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ്. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ നിന്ന് ശരിയായത്. എല്ലാം ശരിയാണ്. മികച്ച നടൻ ജെസ്സി, മികച്ച നടി എമിലിയ, ജൂറി പ്രൈസ് എമിലിയ പെരസ്, മികച്ച സംവിധായകൻ മിഗ്വൽ ഗോമസ്. ഹരിതഗൃഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ ക്യോട്ടോ പ്രോട്ടോക്കോൾ. ആനർ, ഗിർന എന്നീ നദികൾ ഏത് നദിയുടെ പോഷക നദിയാണ്? താപ്തി. 1949 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാല ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ദുർഗ്. രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റ് പർവ്വതക്കാറ്റ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഈസ്റ്റിങ്സ്. കർണാടകയിലെ ആദിപുഞ്ചനഗരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മയിൽ. താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നിലനിന്ന ഭൂവുടമ സമ്പ്രദായം. സെമീന്ദാരി സമ്പ്രദായം, റൈറ്റ്വാരി, ഫ്യൂഡൽ സമ്പ്രദായം, മഹൽവാരി. എല്ലാം ശരിയാണ്. ഒരു ദ്വിമേഖല ടു സെക്ടർ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച് ശരിയായ ജോഡി. കുടുംബങ്ങൾ, സംരംഭങ്ങൾ. താഴെ പറയുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനം വാർത്താവിനിമയം. പ്രസ്താവനയും അതിനുള്ള കാരണവുമാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഘനവ്യവസായങ്ങളുടെ പൊതുമേഖലാ നിക്ഷേപനത്തിന് ഊന്നൽ കൊടുത്തു. ഇന്ത്യയിലെ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല. എയും അതായത് അസേർഷനും റീസണും ശരിയാണ്. കൂടാതെ റീസൺ കൃത്യമായ വിശദീകരണവും നൽകുന്നുണ്ട്. ചേരുംപടി ചേർക്കുക. പ്രധാനമന്ത്രി ജൻ ധൻ യോജന, സാർവത്രിക ബാങ്കിംഗ് സേവനം. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, ഹ്രസ്വകാല തൊഴിൽ പരിശീലനം. രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ, പഞ്ചായത്തി രാജ് സംവിധാനത്തെ ശക്തിപ്പെടുത്തൽ. PM ഗ്രാമ സഡക് യോജന, ഗ്രാമീണ റോഡ് വികസനം. ഇന്ത്യ ഗവൺമെന്റ് അടുത്ത കാലത്തായി ചെറുധാന്യങ്ങൾ അതായത് മില്ലറ്റ്സിന് രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ മില്ലറ്റ്സ് പോഷക സമ്പത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ത്യയിലെ മില്ലറ്റ്സ് ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന.
സോളാർ പാനൽ സ്ഥാപിക്കുന്നതിൻ്റെ മുഴുവൻ ചെലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു എന്നത് തെറ്റാണ്. ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ തുടങ്ങിയ പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം വീടുകളുടെ മുകളിൽ സോളാർ പാനൽ വയ്ക്കാൻ സബ്സിഡി നൽകുന്നു. പദ്ധതി പ്രകാരം 1 കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിനു ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന. നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ലക്ഷ്യപ്രമേയം 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസാക്കപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 8 പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. താഴെ പറയുന്നവയിൽ അത്തരം കമ്മിറ്റികളുടെ അധ്യക്ഷന്മാരിൽ ശരിയായത്: യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2-ൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. 1955-ൽ പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടമാക്കാം. 42-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. പാർട്ട് 4A ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. ലോക്സഭയുടെ കാലാവധി നീട്ടി. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ഹർദീപ് സിംഗ് പുരി. 2024-ൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബിജെപി ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തിരഞ്ഞെടുപ്പ് എത്രാമത്തെ തിരഞ്ഞെടുപ്പായിരുന്നു? 18-ാമത്തെ. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. താഴെ പറയുന്നവയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ. ഭരണഘടനയുടെയും പഞ്ചായത്ത് രാജ് ആക്ടിന്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായ സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം കൊച്ചി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ ദിനങ്ങൾ നൽകുന്നു? 100. ശുചിത്വ, മാലിന്യ സംസ്കരണ, ജലവിഭവ സംരക്ഷണ, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസഡർ KJ യേശുദാസ്. 2024-ൽ പ്രഖ്യാപിച്ച 70-ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിം ആട്ടം. സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ. മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരമുള്ള ആവരണം പെരികാർഡിയം. നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗാണു വൈറസ്. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഓക്സിജൻ. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം. ജീവിതശൈലീ രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ വ്യായാമക്കുറവ്, അമിതഭക്ഷണം. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ത്രോംബോസൈറ്റ്. DNA-യിലെ നൈട്രോജീനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് യുറാസിൻ. നിശാന്തതയ്ക്ക് കാരണം വിറ്റമിൻ A. സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണം. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം അഭികേന്ദ്രബലം. ശബ്ദതീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റ് ഡെസിബൽ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യം ഇറങ്ങിയ രാജ്യം ഇന്ത്യ. 2023-ലെ ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ക്ലോഡിയ ഗോൾഡിൻ. പിയറി അഗോസ്റ്റയ്ക്കും ഫെറൽ ക്രൗസിനും ആൻ ലുലിയർക്കും ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ നേടിയിട്ടുണ്ട്. അക്വാ റീജിയയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലെ കാരണം സ്വർണം ലയിക്കുവാനുള്ള കഴിവ്. താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളുടെ അലോഹങ്ങൾ തിരിച്ചറിയുക. അലോഹം കാർബണും നൈട്രജനും. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപവേദാർത്ഥം ആരുടെ രചനയാണ്? ഫാദർ ക്ലെമന്റ് പിയാനിയസ്. നാടകരംഗത്ത് പുതിയ അവബോധം സൃഷ്ടിച്ച നാടകകൃത്ത് CJ തോമസിന്റെ നാടകങ്ങൾ ഏതെല്ലാമാണ്? അവൻ വീണ്ടും വരുന്നു, 1128, ക്രൈം 27. മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാർഹിക വാസ്തുവിദ്യ. കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധമദ്ദളം. 2022-ലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ: സമ്പർക്കക്രാന്തി, മുഴക്കം. 2028-ലെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചലസ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. 2023-ലെ ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള
രാജാ ബരേന്ദ്ര സിംഗ് ട്രോഫി മഹാരാഷ്ട്രയ്ക്ക് ലഭിച്ചു. ശരിയാണ്. 2023 ദേശീയ ഗെയിംസിന്റെ വേദി ഗോവയായിരുന്നു. ശരിയാണ്. 2023 ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിന്റെ താരം സിജൻ പ്രകാശ് സ്വർണം നേടി. 3 പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 2, 3 പ്രസ്താവനകൾ ശരിയാണ്. BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ് അർത്ഥം. ഒരു ഇമെയിലിന് ഡോക്യുമെന്റുകളെയും ചിത്രങ്ങളെയും പോലെ ഒന്നിലധികം അറ്റാച്ച്മെന്റുകൾ ഉണ്ടാക്കാം. മെറ്റാഡാറ്റ, ശീർഷകം, സ്റ്റൈൽ കോഡ് എന്നിവ കണ്ടെത്തുന്നതിന് HTML ടാഗാണ് ഹെഡ്. IT ആക്ട് 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ പറയുന്നത് 66F-ലാണ്. പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വിവിധ പതിപ്പുകളാണ്? മാക്. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നത്? സെക്ഷൻ 5 സബ്സെക്ഷൻ 2. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം 50 ലക്ഷം കവിയുന്നെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകാം. കഴിയുന്നില്ലെങ്കിൽ പരിധി 50 ലക്ഷം വരെയാണ്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇനി പറയുന്നവയിൽ ഏതാണ് മജിസ്ട്രേറ്റിന് പാസാക്കാൻ കഴിയുന്നത്? സംരക്ഷണ ഉത്തരവ്, താമസ ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്. ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് 15. ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ഉള്ള നിയമം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007. പണിക്കാരി എന്ന പദം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സ്ത്രീലിംഗം. അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. ഈ വാക്യത്തിൽ അമ്മമാർ എന്ന പദം സലിംഗ ബഹുവചനം. താഴെ കൊടുത്തവയിൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദം അജ്ഞാനം. താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യം. വൃദ്ധയുടെ വാക്കുകൾ എൻ്റെ കണ്ണുകൾ നിറയ്ക്കുന്നതായിരുന്നു. ഉചിതമായ മറുപടി. ഉരുളയ്ക്കുപ്പേരി. കൂട്ടത്തിൽ പെടാത്തത് ഛത്രം. അമരത്തടത്തിൽ തവള കരയണം. ഈ പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൃഷിയുമായി. താഴെ കൊടുത്തവയിൽ ഉഗ്രം എന്ന വാക്കിന്റെ വിപരീതം ശാന്തം. പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതുക. പിൻ പ്ലസ് കാലം. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം.